അനൂപ് മരണസംഖ്യയിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിനൊക്കെ ശേഷമായിരിക്കും ഇതിലൊരു കൃത്യമായ കണക്ക് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരിക. ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? രക്ഷാപ്രവർത്തനം സുസജ്ജമായി അതിന്റെ രണ്ടാം ദിവസം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ, അതോടൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡ് ഗതാഗതം താറുമാറായി കിടക്കുന്നതാണ്. അത് പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലിനെ തുടർന്ന് റോഡ് തകർന്നു കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിലൂടെ ഉൾപ്പെടെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ആ റോഡ് താൽക്കാലികമായി സൈന്യം പുനഃസ്ഥാപിച്ച് കൂടുതൽ ആളുകളെ മേപ്പാടി മുണ്ടക്കയിൽ നിന്ന് താഴേക്ക് ചൂരൽമലയിലേക്ക് എത്തുകയും പിന്നീട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇന്നലെ തന്നെ അത് ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. ഇനി മുകളിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതായാലും അവിടെ ചില തോട്ടം മേഖലകളിൽ ജോലി ചെയ്തിരുന്ന തോട്ടം തൊഴിലാളികളായിട്ടുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിവരം നേരത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് K സഹദ് പറയുന്നു. 62 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 30 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. മറ്റു 30 പേരെ കാണാനില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് 20ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഇവരുണ്ടോ എന്നുള്ള ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും 200ഓളം പേരെ ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ കണക്കുകൾ ഏകീകരിക്കുകയും ഏകോപിപ്പിക്കുകയുമാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഇനി എത്ര പേർ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട്, അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തിരച്ചിൽ ഏത് വിധത്തിൽ ഏത് ഘട്ടങ്ങളിൽ ഏതെല്ലാം പ്രദേശം നടത്തണമെന്നത് സംബന്ധിച്ചൊരു ധാരണ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും അതിനായുള്ള ശ്രമമാണ് ഏറ്റവും പ്രാഥമികമായി ഇപ്പോൾ നടത്തുന്നത്. അല്പസമയം മുമ്പ് മുഹമ്മദ് റിയാസ് ഇക്കാര്യം സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരാൾ പോലും അല്ലെങ്കിൽ ഒരാൾ ആണ് എങ്കിൽ പോലും ആ മേഖലയിൽ ഉണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് എത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടി നടത്തുമെന്നാണ്. അതായിരുന്നു ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത്. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. മന്ത്രി ഇപ്പോൾ അവിടെ സംഭവ സ്ഥലത്തുണ്ടല്ലേ? മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, അതോടൊപ്പം റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ശരി അനൂപിലേക്ക് വീണ്ടും എത്താം. അനൂപ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ ദിവസം വളരെ ഊർജിതമായി തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാണാതായവരുടെ സംഖ്യ എന്നത് 200-ലധികമാണ്. അതൊരു പേടിപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. കാരണം ഇവരെ ഓരോരുത്തരെയും ഇനി കണ്ടെത്തണം. ഈ കണ്ടെത്താനുള്ള ഓരോ മനുഷ്യരെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം കടന്നിരിക്കുന്നു. അവിടെ കാലാവസ്ഥ വെല്ലുവിളി സൃഷ്ടിക്കരുത്. കാലാവസ്ഥ അനുകൂലമായി നിന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ സാധ്യമാവുകയുള്ളൂ. ശ്രമകരമായ ജോലിയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സമയദൈർഘ്യം അത് അല്പമെങ്കിലും കുറയ്ക്കാനായാൽ അത്രയും നല്ലത് എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇതിനിടയിൽ തകർന്ന വീടുകളൊക്കെയും അവിടെയൊക്കെയും വടം കെട്ടിയുള്ള വലിയ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടുകളൊക്കെയും പൊക്കി മണ്ണിനിടയിൽ നിന്ന് ഉയർത്തിയിട്ട് വേണം അവിടെയൊക്കെയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ എന്ന് പരിശോധിക്കാൻ. നിരവധിയായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ താമസിച്ചിരുന്ന മേഖലയാണ്. അതിൽ ഈ പ്രദേശവാസികൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ എത്തി താമസിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെയും ഒരു കണക്ക് ഇപ്പോൾ 62 എന്ന കണക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ നിന്ന് ഈ കണക്കുകളൊക്കെയും ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ, ഒപ്പം തന്നെ കാണാതായവർ, ഗുരുതരമായി പരിക്കേറ്റവർ, ഇങ്ങനെ കണക്കുകൾ ക്രോഡീകരിച്ച് വരികയാണ്. ഈ കണക്കുകളിൽ ഒരു കൃത്യമായ ഒരു എണ്ണം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇനിയും സമയമെടുക്കും. അതിലേക്ക് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇനി കാണാതായി പോയ മനുഷ്യജീവനുകൾ അതൊന്നും ദുരന്തത്തിൽ പൊലിഞ്ഞു പോയിരിക്കരുത് എന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അവരെ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കണം. കുടുങ്ങിക്കിടക്കുന്ന ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജീവജാലം ഏതെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആണ് ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ഘട്ടം എന്ന് പറയുന്നത്.